ബെനിഫിറ്റ്സ് ഓഫ് മാർഷൽ ആർട്സ് പാർട്ട് 2. ഒരു ഫൈറ്റിന്റെ ഉള്ളിൽ ചെസ്സിന്റെ പോലെ പ്ലാൻ ചെയ്യണം. പ്ലാൻ ചെയ്ത പോലെ തന്നെ ബോഡിയും വർക്ക് ചെയ്യണം. അതിനാണ് ഫിസിക്കൽ സ്കിൽസ്. നമ്പർ 1, സ്ട്രെങ്ത്. ഒരു ഫൈറ്റിൽ പല രീതിയിൽ പിടിയും വലിയൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഒപ്പണത്തിന്റെ അടുത്ത് പൊക്കേണ്ടി വരും. ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള സ്ട്രെങ്ത് നമ്മൾ പ്രോപ്പർ ട്രെയിൻ ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുക്കണം. നമ്പർ 2, എൻഡ്യൂറൻസ്. നിങ്ങൾക്ക് നല്ല സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ ഒരുപാട് വെയിറ്റ് ഒക്കെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. അതേ ഫോഴ്സ് വീണ്ടും വീണ്ടും എക്സൈറ്റ് ചെയ്തുകൊണ്ടിരിക്കാനുള്ള സ്കില്ലാണ് എൻഡ്യൂറൻസ്. നമ്പർ 3, പവർ. ക്വിക്കായിട്ട് വലിയൊരു ഫോഴ്സ് ഉണ്ടാക്കാനുള്ള എക്സ്പ്ലോസീവ് സ്ട്രെങ്ത് ആണ് പവർ. വലിയൊരു ഫോഴ്സ് മിനിമം ടൈമിൽ ഉണ്ടാക്കാനുള്ള സ്കില്ല്. നമ്പർ 4, സ്പീഡ്. ഫൈറ്റ് ചെയ്യുമ്പോൾ വളരെ പ്ലാൻ ചെയ്ത് ഒപ്പണത്തിനെ പല രീതിയിൽ പറ്റിച്ചിട്ടൊക്കെയാണ് ചാൻസ് ഉണ്ടാക്കുന്നത്. നമ്മുടെ സ്ട്രൈക്ക് സ്ലോ ആയ ചെറിയൊരു സമയം മതി ആ ചാൻസ് നഷ്ടപ്പെടാൻ. അതിന് സ്പീഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് മാത്രമല്ല, സ്പീഡ് കൂടുമ്പോൾ ഫോഴ്സ് കൂടും. അപ്പൊ നമ്മൾ ഇടിക്കൊക്കെ നല്ല ഫോഴ്സ് ഉണ്ടാവും. നമ്പർ 5, മൊബിലിറ്റി. അതായത് ഫ്ലെക്സിബിൾ ആയിട്ട് മൂവ് ചെയ്യാനുള്ള കഴിവ്. ഒരാള് നമ്മളെ ലോക്ക് ചെയ്യാൻ കിണഞ്ഞ് പരിശ്രമിക്കുമ്പോൾ അതിന്റെ ഇടയിൽ കൂടെ പാമ്പിനെ പോലെ മൂവ് ചെയ്യാൻ പറ്റണം. തീരെ സ്ട്രെങ്ത്തിലടാ, പെട്ടെന്ന് കുഴങ്ങാണ്, സ്പീഡ് തീരെ കിട്ടുന്നില്ല, ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞ സാധനമില്ല. ഇങ്ങനെ പറയുന്ന ഫ്രണ്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇത് ആൾക്ക് ഷെയർ ചെയ്തു. ഇനി നമ്മുടെ മെന്റൽ സ്കിൽസും ഫിസിക്കൽ സ്കിൽസും കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കേണ്ടത് നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള കുറച്ച് സ്കിൽസ് ആണ്. അത് പാർട്ട് 3 വരും.